യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ദേ, കരച്ചില് വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അത് കേട്ടതാണല്ലോ. അമ്മയുടെ പിണക്കമൊക്കെ മാറിയല്ലോ. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എന്റെ വായിന്ന് വല്ല അവിവേകവും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. കനകേ, നീ ഇനി ആഹാരം കഴിക്കാൻ മാത്രം വാ തുറന്നാ മതി, അല്ലാതെ വാ തുറക്കണ്ട. അവിടെ ഇരിക്കേ, എന്നിട്ടേ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്ക്. വേണ്ടമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. പേരക്കുട്ടിയും മരുമകളെയും ചേർത്ത് പിടിക്കുമ്പോ മക്കളെ മറന്നു പോരുത് കേട്ടോ അമ്മേ. നിനക്ക് എന്താടി കുശുമ്പ് തോന്നുന്നുണ്ടോ? ഓ, ഞാൻ വെറുതെ പറഞ്ഞ എന്റെ അമ്മേ. ഇത്രയും സന്തോഷം നമ്മളുടെ വീട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അല്ലേ മാതൃ ചേച്ചി? സന്തോഷിക്കാനുള്ള അവസരം നമ്മൾ കണ്ടെത്തിയിട്ടില്ല ആന്റി, അതാണ് ശരി. അർജുൻ പറഞ്ഞതാണ് ശരി. സന്തോഷിക്കാനുള്ള അവസരം നമ്മൾ കണ്ടെത്തിയില്ല. അത്ര വിദഗ്ധമായിട്ടല്ലേ ആ പ്രിയ എന്നെ വശത്താക്കിയത്. അവളുടെ കുത്തിത്തിരിപ്പിൽ നമ്മൾ എല്ലാവരുടെയും തെറ്റും കുറ്റവും മാത്രമേ കണ്ടുള്ളൂ. തെറ്റ് പ്രിയയുടെ മാത്രമല്ല, എന്റെയും കൂടെയാ. അച്ഛമ്മേ, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ഈ വീട്ടിൽ ഇനി ആരും ഓർക്കുന്നില്ല. എന്താ, സമ്മതിച്ചോ എല്ലാരും? പ്രിയ എന്നത് ഒരു അടഞ്ഞ അധ്യായമാണ്. ഇനി അതൊന്നും ആരും ഓർക്കണ്ട. അജുവേട്ടാ, ഇനി കുറെ കാലം നമ്മൾ അച്ഛമ്മയുടെ കൂടെ കഴിയാൻ പോവാ. അത് കഴിഞ്ഞു മതി യാത്രയും ടൂറും എല്ലാം. എന്റെ അമ്മയുടെയും അമ്മൂമ്മയുടെയും കൂടെ കുറച്ചാലും ജീവിക്കട്ടെ. അല്ല പൂജ, നമ്മളെല്ലാം പ്ലാൻ ചെയ്തല്ലേ? അതിനി മാറ്റാലോ. ഏയ്, അത് വേണ്ട മക്കളെ. നിങ്ങൾ പോകാൻ തീരുമാനിച്ചതല്ലേ, പോയിട്ട് വാ. പിന്നെ നിങ്ങൾ അഖിലിനെ കൂടി വിളിച്ചു. ട്രിപ്പിന്റെ ചെലവ് എന്റെ വക. അല്ലച്ചമ്മ, ഇനി മോളൊന്നും പറയണ്ട. നിങ്ങൾ പോയിട്ട് വരണം, അതാണ് അതിന്റെ ശരി. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയാൽ പഴയ മഹേശ്വരിയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാ ഉള്ളത്? എന്റെ മക്കൾ എങ്ങോട്ടാണെന്ന് വെച്ചാ സന്തോഷമായി പോയി തിരിച്ചു വാ. ഞങ്ങൾക്കെങ്ങും പോണ്ടച്ചമ്മേ, ഇത് തന്നെയാ ഞങ്ങളുടെ സ്വർഗം. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, എല്ലാവരും ആഹാരം കഴിക്കാൻ നോക്ക്. ആ മധു, അങ്ങോട്ട് ഇരിക്കേ. ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മേ. അതെന്താ? വസന്തേണ് ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ. ഞാൻ ചായ കൊണ്ട് കൊടുക്കട്ടെ കനേച്ചി? ആളുകൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒരു വീട്ടിൽ എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? ആ ദേ കണ്ടില്ലേ, മധുവിന് എന്ത് മാറ്റം ഉണ്ടായത്. മോളെ പൂജ, ഈ വീട് ഇങ്ങനെ മാറിയെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിനക്കാ. ഈശ്വര ഭഗവാനെ, ഇനി ഒരു പ്രശ്നവും കൂടാതെ ഈ വീടിനെയും ഇവിടെയുള്ള ആളുകളെയും നീ മുന്നോട്ട് നയിക്കണേ. ചായ. ഞാൻ ചായ ചോദിച്ചില്ലല്ലോ. കുളിക്കാൻ കയറുന്നതിന് മുമ്പ് തരണമെന്നാ വിചാരിച്ചേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഈ വക പഴയ ടെക്നിക്ക് അറിയുന്നുണ്ടോ? വസന്തേട്ടാ,
അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. നീ എങ്ങനെ വിചാരിച്ചാലും ഈ ഒരു കപ്പ് ചായയിലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല. എന്തായാലും താങ്ങിക്കൊണ്ട് വന്നതല്ലേ, നീ തന്നെ അങ്ങ് കുടിച്ചേക്ക്. വസന്തേട്ടൻ എന്നോട് ദേഷ്യം കാണുമെന്നറിയാം, അത് ഞാൻ അർഹിക്കുന്നുമുണ്ട്. ഓഹോ, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ ഇപ്പൊ കാരണം എന്താണാവോ? നീ ആ പ്രിയയെ തള്ളി പൂജയെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി പഴയതുപോലെ നിന്നാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് ബോധ്യമായി കാണും അല്ലേ? എന്നാലും കുറെ കാലം ആ പ്രിയയോടൊപ്പം ചേർന്ന് കള്ളക്കളി കുറെ കളിച്ചതല്ലേ? ഒരു പ്രശ്നം വന്നപ്പോ അങ്ങനെ അവളെ ഒഴിവാക്കുന്നത് ശരിയാണോ? ജയിലിൽ ആരോടും മിണ്ടാനും പറയാനും ഇല്ലാതെ ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുകയായിരിക്കും അവള്. ചെന്ന് കാണുന്നില്ലേ? ഈ വീടിന്റെ സമാധാനം എങ്ങനെ ഇല്ലാതാക്കാമെന്ന് രണ്ടാളും കൂടെ ആലോചിക്ക്. എന്തെങ്കിലും വഴി കണ്ടെത്താതിരിക്കില്ല. അല്ലാതെ എനിക്ക് ചായമയായി വന്ന് നല്ല പിള്ള ചമയ നോക്കിയാ വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്ത് ഒന്നും മിണ്ടാനില്ലേ? ഞാനിപ്പോ എന്ത് തന്നെ പറഞ്ഞാലും വസന്തേട്ടൻ എന്നെ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അത് ശരി, അപ്പോ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ എന്തിനാ ഈ വേഷം കെട്ടുമായിട്ട് വന്നത്? അത് വേഷം കെട്ടോ അഭിനയൊന്നും അല്ല വസന്തേട്ടാ. ചെയ്ത തെറ്റുകളൊക്കെ ബോധ്യമാവാൻ ഇച്ചിരി സമയമെടുത്തു എന്നുള്ള നേരാ. പക്ഷേ ബോധ്യമായിട്ട് തന്നെയാ ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് കിട്ടിയ തിരിച്ചടികൾക്കൊക്കെ കാരണം ഞാൻ തന്നെയാ. എന്റെ തന്നെ വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തികളാ. പറ്റിപ്പോയി. അതൊക്കെ തിരുത്താനുള്ള ഒരു അവസരം കൂടി എനിക്ക് വേണം വസന്തേട്ടാ. എന്നെ ഇങ്ങനെ അവഗണിക്കരുത്. അയ്യോ, അവഗണിക്കാനോ? നിന്നെയോ? നിന്നെ ആർക്കാ മധുമിതയെ അവഗണിക്കാൻ പറ്റിയ? ഇത്രയും തൊട്ടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഈ വീട്ടിൽ ആരെങ്കിലും നിന്നെ അവഗണിച്ചോ? എല്ലാ കാലത്തും ഈ വീട്ടിൽ നിനക്ക് എപ്പോഴും പരിഗണനയും സ്ഥാനവും ഉള്ളിടത്തോളം കാലം നിന്നെ ആരെങ്കിലും അവഗണിച്ചാൽ തന്നെ നിനക്കെന്താ? വസന്തേട്ടാ, എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതൊക്കെ തിരുത്തണമെന്ന് എനിക്കിപ്പോ ശരിക്കും ആഗ്രഹമുണ്ട്. അതിന് വസന്തേട്ടൻ എന്നെ സഹായിക്കണം. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഓഹോ, അപ്പോ മനസമാധാനമില്ലായ്മ എന്താണെന്ന് നീ തിരിച്ചറിയാനൊക്കെ തുടങ്ങിയല്ലേ? എന്താ നിന്റെ സമാധാനത്തിന് ഇനി ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് വസന്തേട്ടൻ അമ്മയൊന്ന് കാണണം. ആശ്രമത്തിൽ പോയി നേരിട്ട് കാണണമെന്ന് പലപ്പോഴും വിചാരിച്ചതാ. പക്ഷെ അതിനുള്ള ധൈര്യം തോന്നുന്നില്ല. വസന്തേട്ടൻ എന്നൊന്ന് കൊണ്ടുപോകോ? പ്ലീസ് വസന്തേട്ടാ. അതുമിതേ, വസന്തേട്ടാ, അമ്മയുടെ ജീവിതത്തിൽ ഇപ്പോ സന്തോഷവും സമാധാനവും ഉണ്ട്. ആ ആശ്രമത്തിലെ ആളുകളോടൊപ്പം അവരുടെ അമ്മയെ പോലെയാ അമ്മ ജീവിക്കുന്നത്. ഈ സമയത്ത് അവരെ ചെന്ന് കണ്ട് അവരുടെ സന്തോഷം കൂടെ ഇല്ലാതാക്കണോടി നിനക്ക്? അമ്മയെ കാണണോന്ന്? നിന്റെ ഈ കരച്ചില് എന്നെ ഇപ്പൊ ഒട്ടും വിഷമിപ്പിക്കുന്നില്ല മധു. അമ്മയെ ഇപ്പൊ ചെന്ന് കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നിനക്ക് നിന്റേതായ ഒരു അജണ്ട ഉണ്ടാകുമെന്ന് എനിക്കറിയാം. വസന്തേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് അമ്മയൊന്ന് കണ്ടാ മാത്രം മതി. ചെയ്ത തെറ്റുകൾക്ക് ഒരു തവണയെങ്കിലും മാപ്പ് പറയണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ആ മാപ്പ് കൊണ്ട് തീരുന്നതല്ല ഞാൻ ചെയ്ത പാപങ്ങൾ എന്നറിയാഞ്ഞിട്ടല്ല. എന്നാലും ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചൂടെ വസന്തേട്ടാ?